തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ശബരിമല സ്വർണ്ണക്കൊള്ളയും വളരെ സജീവമായി ചർച്ചയാവുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ അടൂർ പ്രകാശ് തന്നെ ആദ്യ വെടി പൊട്ടിച്ചിരിക്കുന്നു. മറുപടിയുമായി CPIM ജില്ലാ സെക്രട്ടറിയും രംഗത്തെത്തി. വോട്ടർമാർക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് കേൾക്കാം. ഞങ്ങൾ ആവശ്യപ്പെട്ട ഒരു തീരുമാനമെന്ന് പറയുന്നത് ഇത്തരത്തിൽ കൊള്ളകൾ നടത്താൻ നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തണം എന്ന് മാത്രമല്ല, അത് മാറ്റി നിർത്തുകയും അവരെ ഇതിൽ പങ്കാളിത്തത്തിൽ നിന്നും ഒഴിവാക്കി മുമ്പോട്ട് പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നതാണ്. നിസ്സംശയം നമുക്ക് ഒരു കാര്യം പറയാം, ശബരിമലയ്ക്ക് വേണ്ടി ഇത്രയും പദ്ധതികൾ ഏറ്റവും കൂടുതൽ UDF അധികാരത്തിരുന്നപ്പോൾ കൊടുത്തതിൻ്റെ ഒരു 5-6 ഇരട്ടി തുകയാണ് തീർത്ഥാടക ക്ഷേമത്തിന് വേണ്ടി നമ്മൾ ഈ ഗവൺമെൻറ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നേതാക്കൾ പറഞ്ഞു, ഇനി പറയേണ്ടത് വോട്ടർമാരാണ്. വോട്ടർമാർക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ ബാധിക്കില്ലേ? തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. അത് ബാധിക്കും. പിന്നെ ബാധിക്കത്തില്ലേ? യാതൊരു സംശയമില്ല കാര്യത്തിൽ ബാധിക്കുമെന്നുള്ളത്. തീർച്ചയായിട്ടും ബാധിക്കും. ഇലക്ഷന് ബാധിക്കാൻ സാധ്യതയുണ്ട്. വോട്ടിങ്ങിനെ ഒന്നും ബാധിക്കത്തില്ല, വിജയപരാജയത്തെ ആണെങ്കിൽ ബാധിക്കാൻ സാധ്യതയില്ല. സുഖം ബാധിക്കുമായിരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം നമുക്കൊന്നും പറയാൻ പറ്റില്ല. സ്വർണ്ണക്കൊള്ള വിഷയം തെരഞ്ഞെടുപ്പിനെ ബാധിക്കും. വോട്ട് ചെയ്യുന്നത് LDP അല്ല വേറെ ആരും ജയിക്കാൻ. തെരഞ്ഞെടുപ്പ് വിദ്യാഭ്യാസത്തില്ലല്ലോ, അത് അതിൻ്റെ വഴി, ഇത് ഇതിൻ്റെ വഴി. എനിക്ക് പറയാനൊക്കത്തില്ല അതിനെക്കുറിച്ച്. നമ്മൾ പറയാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ലയോ? ഇല്ല, ഒന്നാമത് എനിക്കിത് പറയാൻ താല്പര്യമേ ഇല്ല. ഈ ഇലക്ഷൻ്റെ ഒരു ഇതിനെ എന്നോട് വരേ ചെയ്യണ്ട. തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ല ശബരിമല സ്വർണ്ണക്കൊള്ള? ഇല്ല, ബാധിക്കത്തില്ല. ഇല്ല. വെളിയിൽ നിന്നൊക്കെ എന്തുമാത്രം ജനങ്ങളാണ് വരുന്നത് ഈ പണി കാണിക്കുന്നതല്ല. ഒരു ഭരണത്തിൽ ഇരിക്കുന്നവർ ഈ പണി കാണിക്കുന്നത് ശരിയല്ല. ശബരിമല സ്വർണത്തിന് ബാധിക്കത്തില്ല. അത് ബാധിക്കും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയില്ലയോ? വോട്ട് പോലും. അഭിപ്രായങ്ങൾ കേട്ടു, തീർപ്പ് കൽപ്പിക്കുന്നില്ല. ഡിസംബർ 13-അറിയാം ജനവിധി എന്താകുമെന്ന്. അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.